Good morning, students. Welcome to my classroom on QT and financial econometrics. So far, we explained the various problems in probability theory, simple problems in probability theory. And last class, we explained how we are applying the concept of combinations, principle of combinations in solving the probability related problems. Okay. So today, let me explain the last part of this module, that is Bayes theorem, B-A-Y-E-S theorem, Bayes theorem. So it is a very popular theorem in probability, and it is having wide applications also. So very simple. Bayes theorem എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല. ഫോർ എക്സാമ്പിൾ, ഞാൻ രാവിലെ ഇവിടെ നിന്ന് എണീച്ചപ്പോൾ കോളേജിൽ പോകാനായിട്ട് ഇറങ്ങിയപ്പോൾ മഴയ്ക്ക് ചാൻസ് കണ്ടില്ല. ഒരു 8 മണിക്ക് നല്ല വെയിലുള്ള ഒരു കാലാവസ്ഥയായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ there is 0% ചാൻസ് ഫോർ റെയിനിങ് ടുഡേ. സോ ദാറ്റ് ഈസ് മൈ പ്രോബബിലിറ്റി. കുറച്ച് കഴിഞ്ഞപ്പോൾ 8-8:30 കുളിച്ച് റെഡിയായിട്ടൊക്കെ വന്നപ്പോൾ കാലാവസ്ഥയിൽ ചെറിയൊരു മാറ്റം വന്നു. ചെറിയതായിട്ട് ഒരു 50% ചാൻസ് ആയി മാറി. ദെൻ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ അത് 90% ചാൻസ് ആയി മാറി. അപ്പോൾ എനിക്ക് തോന്നി എന്താ ഇനി ചാൻസ് ഈസ് റിവൈസിങ്. So the chance for the happening of this uncertain event is I am revising. But Bayes theorem is basically for revision of probability. Probability നമ്മൾ പുതിയ ഇൻഫർമേഷൻ കിട്ടുന്നതിനനുസരിച്ച് എന്ത് ചെയ്തുകൊണ്ടിരിക്കണം, അത് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം. ദാറ്റ് ഈസ് ദ ബേസിക് കൺസെപ്റ്റ് ഓഫ് Bayes theorem. So whatever the probability, that probability should be revised based on new information. അപ്പോൾ ആദ്യം കാൻഡിഡേറ്റ് നിന്ന സമയത്ത് അയാൾക്ക് ജയിക്കാൻ ചാൻസ് ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് അങ്ങോട്ട് അയാൾ പ്രവർത്തിച്ചു തുടങ്ങി. ഒരുപാട് അയാൾ ക്യാൻവാസിംഗ് ഒക്കെ നടത്തിയപ്പോൾ അയാൾക്ക് മനസ്സിലായി ഐ ഹാവ് എ ചാൻസ്, എനിക്കൊരു 50% ചാൻസ് ഉണ്ട്. കുറച്ചുകൂടെ നന്നായിട്ട് വർക്ക് ചെയ്തപ്പോൾ അയാൾക്ക് തോന്നി ഓൾസോ there is a 70% ചാൻസ്. സോ ദാറ്റ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് അല്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇറ്റ് ഷുഡ് ബി റിവൈസ്ഡ്. സോ വാട്ട് എവർ ദ ന്യൂ ഇൻഫർമേഷൻ, based on the new information, we must revise our probabilities. So Bayes theorem is basically revision of probability. Then another one is Bayes theorem is based on conditional probability. അവിടെ എപ്പോഴും ഒരു കണ്ടീഷനോടെ ഉണ്ടാവും. കണ്ടീഷണൽ പ്രോബബിലിറ്റിയെ ബേസ് ചെയ്തിട്ടാണ് Bayes theorem വർക്ക് ചെയ്യുന്നത്. And another concept is being that Bayes theorem is what is called എന്താ പറയുന്നത്, ഇൻവേഴ്സ് പ്രോബബിലിറ്റി. ഇൻവേഴ്സ് പ്രോബബിലിറ്റി എന്നും പറയാറുണ്ട്. ഇൻവേഴ്സ്, തിരിച്ച് പ്രോബബിലിറ്റി. ഫോർ എക്സാമ്പിൾ, യു ഹാവ് 2 മെഷീൻസ്. നിങ്ങൾക്ക് രണ്ട് മെഷീൻസ് ഉണ്ട്. ദെൻ ആ ഓരോ മെഷീനിൽ നമ്മൾ ഇത്ര വെച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ അതിൽ ഫസ്റ്റ് മെഷീനിൽ ഡിഫക്റ്റീവ് ആകാനുള്ള ചാൻസ് ഇത്ര, സെക്കൻഡ് മെഷീൻ പ്രൊഡ്യൂസ് ചെയ്താൽ അത് ഡിഫക്റ്റീവ് ആകാനുള്ള ചാൻസ് തരുന്നു, തേർഡ് മെഷീൻ ഡിഫക്റ്റീവ് ആയാലുള്ള ചാൻസ് തരുന്നു. ദെൻ ക്വസ്റ്റ്യൻ തിരിച്ചായിരിക്കും തരുന്നത്. നമ്മളൊരു പ്രോഡക്റ്റ് എടുത്തപ്പോൾ അത് ഡിഫക്റ്റീവ് ആയിരുന്നു. അത് ഡിഫക്റ്റീവ് ആണ് എങ്കിൽ ആ ഡിഫക്റ്റീവ് എ മെഷീൻ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ചാൻസ് എത്ര, ബി മെഷീൻ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ചാൻസ് എത്ര, സി മെഷീൻ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ചാൻസ് എത്ര. സോറി, എൻ്റെ കണക്ഷൻ പെട്ടെന്ന് കറണ്ട് പോയ കണക്ഷൻ പോകുന്നത് ഡാറ്റ കണക്ഷനാണ്. സോറി. അപ്പൊ ഞാൻ എവിടെ വരെ കേട്ടോ ഒന്ന് പറയാമോ സുഫിന? ഞാൻ പറഞ്ഞതിൽ എവിടെയോ വെച്ച് പോയി സുഫിന. സാർ ചിലപ്പോ ഇൻവേഴ്സ് പ്രോബബിലിറ്റി ആയി.
യെസ് ഇൻവേഴ്സ് പ്രോബബിലിറ്റി ആണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ 3 കൺസെപ്റ്റ് ആണ് പറഞ്ഞത്. ഒന്ന്, നമ്മൾ പ്രോബബിലിറ്റി പുതിയ ഇൻഫർമേഷൻ അനുസരിച്ച് റിവൈസ് ചെയ്യണം. അറ്റ് ദാറ്റ് ടൈം യു വിൽ ഹാവ് ടു ഫോളോ കണ്ടീഷണൽ പ്രോബബിലിറ്റി ആൻഡ് സം ടൈംസ് യു നീഡ് ടു റിവേഴ്സ് ഇറ്റ്. ദാറ്റ് മീൻസ് ഞാൻ ഇപ്പൊ പറഞ്ഞ എക്സാമ്പിൾ ഇതായിരുന്നു. നമ്മുടെ പുതിയ മാനേജറായിട്ട് വരാനായിട്ട് 3 പേർക്ക് ചാൻസ് ഉണ്ട്. ഒന്ന് മിസ്റ്റർ എ, മിസ്റ്റർ ബി, മിസ്റ്റർ സി. ഇപ്പൊ എ വരാനൊരു ചാൻസ്, ബി വരാനൊരു ചാൻസ്, സി വരാനുള്ള ഒരു ചാൻസ്. എ വന്നു കഴിഞ്ഞാൽ ഒരു ബോണസ് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ചാൻസ്, ബി വന്നു കഴിഞ്ഞാൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ബോണസ് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ചാൻസ്, സി വന്നു കഴിഞ്ഞാൽ ബോണസ് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ചാൻസ്. സോ ഈ 3 പേര് വന്നാലും ദേ വിൽ ഇൻട്രൊഡ്യൂസ് എ ബോണസ് സ്കീം, ബട്ട് ദ പെർസെന്റേജ് മേ ബി ഡിഫറെന്റ്. അപ്പൊ ഒരു ബോണസ് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്താൽ മാനേജർ എ ആവാനുള്ള ചാൻസ് എന്താ, ബി ആവാനുള്ള ചാൻസ് എത്ര, സി ആവാനുള്ള ചാൻസ് എത്ര? ദാറ്റ് മീൻസ് യു ആർ സ്റ്റാർട്ടിങ് ഫ്രം ദ ഈവന്റ്. നമ്മൾ ലാസ്റ്റ് ഇവന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് തിരിച്ചങ്ങോട്ട് പ്രോബബിലിറ്റി കണ്ടെത്തുകയാണെങ്കിൽ ദാറ്റ് ഈസ് കാൾഡ് റിവേഴ്സ് പ്രോബബിലിറ്റി. പ്രോബബിലിറ്റി നമ്മൾ എന്ത് ചെയ്യുന്നു, തിരിച്ച് റിവേഴ്സ് ചെയ്യുന്നു. അപ്പൊ റിവേഴ്സ് എന്താ പറയുന്നത്, ഇൻവേഴ്സ് പ്രോബബിലിറ്റി ആണ് ഇതിനകത്ത് ബേസിക് ആയിട്ട് ഉപയോഗിക്കുന്ന കൺസെപ്റ്റ്. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് ഞാൻ ഒരു കാര്യം ചെയ്യാം. അതിന്റെ ഒരു ഫോർമുല ഉണ്ട്. there is a formula for calculating probability in Bayes theorem. ഞാൻ ഇത് ബോർഡിലോട്ട് മാറ്റിയിട്ട് ചെയ്യാം. കാണാം, ബോർഡ് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, സോ ഇവിടെ നമ്മൾ പ്രോബബിലിറ്റി റിവൈസ് ചെയ്യാൻ ചെയ്യുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ബേസ് തിയറത്തിന്റെ റൂൾ ഇതാ പറയുന്നത്. ഫോർ എക്സാമ്പിൾ A1, A2, A3 etc. are a set of mutually exclusive events. Are a set of mutually exclusive events. A1, A2, A3 are a set of mutually exclusive events. You know what is mutually exclusive event എന്താണെന്നുള്ളത് ഞാൻ ഇനി പറയേണ്ട ആവശ്യമില്ല, because you know that. Okay, so and we have given the probability of A1, probability of A2, probability of A3 etc. So we know these are the prior probabilities. Probability of A1, probability of A2, probability of A3 എത്ര ഇവന്റ് ഉണ്ടോ അതെല്ലാമാണ് എന്ന് പറയുന്നത് അതിന്റെ prior probabilities. Then B is another event. B is another event. B എന്ന് പറയുന്നത് വേറൊരു ഇവന്റ് ആണ്. B is another event. And that is a conditional probability. ഈ B എന്ന് പറയുന്നത് that depends upon, that depends upon A1. ആ B എന്ന് പറയുന്നത് A നെ ഡിപെൻഡ് ചെയ്തിരിക്കും. So we have the probabilities of probability of B given A1, probability of B given A2, probability of B given A3 etc. ഞാൻ പറഞ്ഞൊരു എക്സാമ്പിൾ ആയിട്ടൊന്ന് മാച്ച് ചെയ്ത് നോക്കൂ. നമുക്ക് 3 മാനേജേഴ്സ് വരാം, A1, A2, A3 എന്ന് എഴുതുന്നത്. അപ്പൊ അവര് മാനേജർ ആവാനുള്ള ചാൻസ് പ്രോബിലിറ്റി ഓഫ് A1 പ്ലസ് പ്രോബിലിറ്റി ഓഫ് A2 പ്ലസ് പ്രോബിലിറ്റി ഓഫ് A3. ഞാൻ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ 2B എന്ന് പറയുന്ന ബോണസ് സ്കീം. ഇവരൊക്കെ മാനേജേഴ്സ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ കണ്ടീഷണൽ ബോണസ് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. So probability of B given A1 means the probability of introducing a bonus scheme if A is appointed as the manager. Like Mr. A is appointed as the manager. Then and probability of introducing a bonus scheme if B is appointed as the manager. Probability of introducing the bonus scheme if C is appointed as the manager. Okay, so these are the prior probabilities and these are the corresponding conditional probabilities. ഈ ആദ്യത്തെ A1, A2, A3 എന്ന് പറയുന്നതിന്റെ പ്രയർ പ്രോബബിലിറ്റീസും ഇതെല്ലാം അതിന്റെ എന്താണ് വന്നു കഴിഞ്ഞാൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, കണ്ടീഷണൽ പ്രോബബിലിറ്റീസ്. പക്ഷെ നമുക്ക് തിരിച്ചു വേണ്ടത് ബേസ് തിയറത്തിൽ പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് A1 or AI, നമ്മൾ I എന്ന് പറയുന്നത് I can take any value. 1, 2, 3 എന്ന് പറഞ്ഞാൽ എത്ര വേണമെങ്കിലും ലിസ്റ്റ് ഉണ്ടല്ലോ. പ്രോബബിലിറ്റി ഓഫ് AI given B. That means we are revising. So a bonus scheme is introduced. ബോണസ് സ്കീം എന്ത് ചെയ്ത് കഴിഞ്ഞു, ഇൻട്രൊഡ്യൂസ് ചെയ്തെന്ന് മനസ്സിലായി എങ്കിൽ അത് AI ആവാനുള്ള ചാൻസ് എത്ര? ആ AI എന്ന് പറഞ്ഞാൽ മേ ബി A1 or A2 or A3 etc. നമ്മളിപ്പോ പറഞ്ഞ എക്സാമ്പിൾ A ആവാം, B ആവാം, C ആവാം. സോ ദിസ് ഈസ് പ്രോബബിലിറ്റി ഓഫ് AI given B ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് B given A1, probability of B given AI, sorry, probability of B given AI into probability of AI
into probability of AI, the whole divided by sigma I is equal to 1 to n. 1 to n or k, some number of samples. I is equal to 1 to k. Probability of B given AI, probability of B given AI, probability of AI. Formula കണ്ടൊന്ന് പേടിച്ചൊന്നും പോണ്ട, ലോജിക് അപ്ലൈ ചെയ്താൽ അത് ചെയ്യാൻ പറ്റും. സോ ദിസ് ഈസ് ദ ബേസ് റൂൾ. ഈ റൂളിനെയാണ് നമ്മൾ ബേസ് റൂൾ അല്ലെങ്കിൽ ബേസ് തിയറം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ ഒരു എക്സാമ്പിൾ ഒന്നുകൂടെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. സോ യു ഹാവ് സം പ്രയർ പ്രോബബിലിറ്റീസ് ആൻഡ് ഇറ്റ്സ് കറസ്പോണ്ടിങ് കണ്ടീഷണൽ പ്രോബബിലിറ്റീസ്. ഇതിൽ പ്രയർ പ്രോബബിലിറ്റി നമുക്കറിയാം, അതിനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കണ്ടീഷണൽ പ്രോബബിലിറ്റിയും നമുക്ക് തന്നിട്ടുണ്ട് എങ്കിൽ തിരിച്ച് ആ കണ്ടീഷൻ ഹാസ് ഹാപ്പൻഡ്, എന്താണോ ആ കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത് ഹാപ്പൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ഫസ്റ്റ് ആളാവാനുള്ള ചാൻസ് എത്ര, A1 ആവാനുള്ള ചാൻസ് എത്ര, A2 ആവാനുള്ള ചാൻസ് എത്ര, A3 ആവാനുള്ള ചാൻസ് എത്ര, AK ആവാനുള്ള ചാൻസ് എത്ര. അപ്പൊ അവിടെ ഇപ്പൊ A1 ആണ് എങ്കിൽ ഇവിടെ എന്താവും, പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ A1 ആവും. ദിസ് ഈസ് പ്രോബബിലിറ്റി A1 ആവും. ഡിവൈഡ് ബൈ സിഗ്മ മീൻസ് ടോട്ടൽ എത്ര ഈവൻസ് ഉണ്ട്. അപ്പൊ A1 A2 A3 A4 ഉണ്ടെങ്കിൽ അതിന്റെ എല്ലാത്തിന്റെയും കൂടെ എന്തെടുക്കുക, പ്രോബബിലിറ്റിയുടെ ടോട്ടൽ എടുക്കുക. ദിസ് ഈസ് ദ A ഇന്റർസെക്ഷൻ B, അതിന്റെ ജോയിന്റ് പ്രോബബിലിറ്റിയുടെ ടോട്ടൽ എടുക്കുക. ഇതിൽ കോംപ്ലിക്കേഷൻ ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ നമുക്കൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ കോംപ്ലിക്കേഷൻ മാറും. ഈ ഫോർമുല നിങ്ങൾ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾ അത് മനസ്സിലാക്കുകയും ചെയ്യും. അപ്പൊ തൽക്കാലം ഇത് നിങ്ങളുടെ മനസ്സിൽ നിൽക്കുന്നില്ല എങ്കിൽ നമുക്കൊരു പ്രോബ്ലത്തിലോട്ട് വരുമ്പോൾ ഇത് സോൾവ് ചെയ്തു, ഒരു പ്രശ്നമില്ലാതെ നിങ്ങൾക്ക് തന്നെ അത് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പൊ തൽക്കാലം നമുക്ക് അടുത്ത പ്രോബ്ലത്തിലോട്ട് പോവാം. പ്രോബ്ലത്തിൽ പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ ഒന്ന് ഇത് റിവൈസ് ചെയ്യും. ഇപ്പൊ ഇതിന്റെ കോംപ്ലിക്കേഷൻ ഒന്നും നോക്കണ്ട. ഓക്കെ, ഞാൻ പ്രോബ്ലം വായിക്കട്ടോ. ഹണി പോയി. ഞാൻ പ്രോബ്ലം വായിക്കട്ടോ ബിസ്മി? വായിച്ചോളൂ സാർ, വായിച്ചോളൂ. ഓക്കെ, എഴുതിക്കോളൂ. സോ ദ ക്വസ്റ്റ്യൻ ഈസ് yes, in a bolt factory machines A1 A2 A3 machines A1 A2 A3 manufacture respectively 25%, 25%, 35% and 40% of the total output. 40% of the total output. 40% of the total output. Sentence: of these 5,4 and 2 5,4 and 2% are defective bolts. 5, 4 and 2% are defective bolts. Sentence: a bolt is drawn from the product. A bolt is drawn at random. A bolt is drawn at random from the product. And is found to be defective. Sentence: what is the probability that it was manufactured by machine A2? ഓക്കെ, ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കണം. ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞോ? പറഞ്ഞ
എഴുതി കഴിഞ്ഞു. അപ്പൊ ക്വസ്റ്റ്യൻ നോക്കി വളരെ ക്ലിയർ ആണ്. 3 മെഷീനാണ് ഒരു ഫാക്ടറിയിലുള്ളത്. ഒന്ന് A1, A2, A3. ആ A1, A2, A3 പ്രൊഡ്യൂസ് ചെയ്യുന്ന പെർസെന്റേജ് തന്നിട്ടുണ്ട്. അത് തന്നെയാണ് അതിന്റെ പ്രോബബിലിറ്റി. 25, 35, 40. അപ്പൊ നമുക്ക് ആദ്യം അതിന്റെ പ്രയർ പ്രോബബിലിറ്റീസ് അങ്ങ് എഴുതാം. പ്രോബബിലിറ്റി ഓഫ് A1 പോയിന്റ് എത്ര 35%, 35. പ്രോബബിലിറ്റി ഓഫ് A1 0.35. Probability of A2 is given, probability of A1 0.35 അല്ല 0.25. Probability of A1 0.25, probability of A2 0.35, and probability of A3 is given as 0.40. So these are the prior probabilities. Okay, so they are producing bolt manufacturing company. ഒരു ബോൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന പെർസെന്റേജ് ആണ് 40% BA3, 35% A2, 25% A1. പിന്നീട് പറയുന്നു ഓഫ് ദീസ് 5, 4 and 2% ആർ ഇതിൽ ഓരോ മെഷീനിലും ഉള്ളതിന് 5%, 4%, 2% ഡിഫക്റ്റീവ് ബോൾട്ട്സ് ആണ്. അപ്പൊ അത് അടുത്ത കണ്ടീഷണൽ പ്രോബബിലിറ്റി ആണ്. പ്രോബബിലിറ്റി ഓഫ് a defective bolt. So we are giving it as B. Probability for a defective bolts given that it is produced by A1. That A1 produce ചെയ്യാനുള്ള ചാൻസ് എത്ര? Probability for a defective bolt, probability of B given A1, first machine produce ചെയ്യാനുള്ള ചാൻസ്, that is 0.05. 5% means 0.05. അതുപോലെ probability of B given A2, probability of B given A2, that is also given as 0.004. Sorry, 0.04. And probability of B given A3 is equal to 0.02. So these two probabilities are given. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന പ്രോബബിലിറ്റീസ് ആണ് ഇത്. ഇത് രണ്ടും, ഇതൊരു പ്രയർ പ്രോബബിലിറ്റി, ഇത് അതിന്റെ കണ്ടീഷണൽ പ്രോബബിലിറ്റി. ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ടുണ്ട്. ദെൻ ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? എ ബോൾട്ട് ഈസ് ഡ്രോൺ ആൻഡ് ഇറ്റ് ഈസ് ഫൗണ്ട് ടു ബി ഡിഫക്റ്റീവ്. നമ്മൾ റാൻഡം ആയിട്ട് ഒരു ബോൾട്ട് എടുത്തപ്പോൾ ആ ബോൾട്ട് എന്തായിരുന്നു? ഡിഫക്റ്റീവ് ആയിരുന്നു. എങ്കിൽ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് വാസ് മാനുഫാക്ചർഡ് ബൈ A2? അങ്ങനെയാണ് എങ്കിൽ ആ ബോൾട്ട്, ആ ഡിഫക്റ്റീവ് ബോൾട്ട് A2 എന്ന് പറയുന്ന മെഷീനിൽ നിന്ന് വരാനുള്ള ചാൻസ് എന്താ? അതാണ് നമ്മൾ പറഞ്ഞ ഇൻവേഴ്സ് പ്രോബബിലിറ്റി. പ്രോബബിലിറ്റി നമ്മൾ ഇൻവേഴ്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ ഫോമുല ഞാൻ ഒന്നുകൂടെ എഴുതുകയാണ്. നമുക്ക് കണ്ടെത്തേണ്ടത് പ്രോബബിലിറ്റി ഓഫ് A2 ആണ്. പ്രോബബിലിറ്റി ഓഫ് A2 given that the bolt is defective. So we need to answer this question. Probability of A2 given B. So that is the question that needs to be answered. So probability of A2 given B എന്ന് പറയുന്നത്, അതിനുള്ള ചാൻസ് ഇവിടെ നമ്മൾ എഴുതുന്നു probability of B given A2, probability of B given A2 into probability of A2, probability of numerator എഴുതിയ വാല്യൂ ക്ലിയർ ആയിട്ടുണ്ടല്ലോ. that is probability of A2 intersection B ആണ് ഞാൻ എഴുതിയിരിക്കുന്നത്. probability of B given A2 into probability of A2 divided by എല്ലാത്തിന്റെയും probability means probability of B given A1 into probability of A1. So this is the probability for the first machine ഉള്ളത് ഡിഫക്റ്റീവ് ആകാനുള്ള എന്താണ് joint probability. Probability of B given A1 into probability of A1 plus probability of B given A2 into probability of A2, രണ്ടാമത്തേതില്ല, പ്ലസ് താഴെ അങ്ങോട്ട് നീട്ടി എഴുതിക്കൊള്ളണേ, probability of B given A3 into probability of A3. So this is the A intersection B or the joint probability for the happening of this A and B. This is the total probability. So favorable number of cases to the total number of cases. So this is the total number of joint probabilities. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? തന്നെയാണ്. ക്ലിയർ ആണ് സർ. ക്ലിയർ ആണ്. ഓക്കെ. അപ്പൊ ഇനി ഇതിലങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ ഇതെല്ലാം നമുക്ക് അറിയാം. ഈ വാല്യൂസ് എല്ലാം നമുക്ക് കൃത്യമായിട്ട് അറിയാം. യു ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂസ്. B given A2 നമുക്ക് അറിയാം.
പ്രോബബിലിറ്റി ഓഫ് A2 നമുക്കറിയാം, ഇതെല്ലാം നമുക്കറിയാം. അപ്പൊ ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ തന്നിരിക്കുന്ന വാല്യൂസ് യു ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഇറ്റ് ആൻഡ് ഫൈൻഡ് ദ ആൻസർ. നിങ്ങൾ അത് വെച്ചിട്ട് ആൻസർ ഫൈൻഡ് ചെയ്യുക. അപ്പൊ ഇങ്ങനെ പഠിക്കുകയാണെങ്കിൽ ഇത് കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. ദിസ് ഈസ് ദ ജോയിന്റ് പ്രോബബിലിറ്റി ഫോർ ദ ഫേവറബിൾ ഇവന്റ്. ദിസ് ഈസ് ദ ടോട്ടൽ ജോയിന്റ് പ്രോബബിലിറ്റീസ്. ഓക്കെ, അപ്പൊ അതൊന്ന് കണ്ടെത്തിയ പെട്ടെന്ന് അതിന്റെ ആൻസർ കാൽക്കുലേറ്റർ കൊണ്ടല്ലോ. അപ്പൊ 0.35 into 0.4 divided by 0.25 into 0.05 plus 0.35 into 0.04 plus 0.4 into 0.02. So you will get the probability. 0.405 ആണോ? 58. 0.4058. Correct. 0.4058. So that is the probability. So this is very simple. പലരും പറയും ഇതെന്താ വലിയ കോംപ്ലിക്കേഷൻ ഉള്ള സാധനങ്ങളെന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുന്നത്. ഇതിന് യാതൊരു കോംപ്ലിക്കേഷനും ഇല്ല. ഇതിൽ ലോജിക് അപ്ലൈ ചെയ്തെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. ഇത് പ്രയർ പ്രോബബിലിറ്റി, ഇത് കണ്ടീഷണൽ പ്രോബബിലിറ്റി, ഈ എഴുതിയിരിക്കുന്നതെല്ലാം അതിന്റെ ജോയിന്റ് പ്രോബബിലിറ്റി. ആ രീതിയിൽ ഇത് വേണമെങ്കിൽ ഫോർമുല ഒന്നും ഇല്ലാതെ ചെയ്യാം, യൂസിങ് എ ടേബിൾ. ഇതേ പ്രോബ്ലം തന്നെ വളരെ ഈസി ആയിട്ട് നമുക്കൊരു ടേബിൾ വഴി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതുകൂടെ ഞാനൊന്നും പറയാം, അതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. സോ ഹൗ ടു സോൾവ്. ഈ ഫോർമുല കാണുമ്പോൾ നമുക്കൊരു ചെറിയ കോംപ്ലിക്കേഷൻ ഒക്കെ തോന്നുന്നു എങ്കിൽ മാത്രം യു ക്യാൻ ഡു എ ടേബിൾ. നിങ്ങൾക്ക് ഇതേ പ്രോബ്ലം ഒരു ടേബിളിലൂടെ വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാം. ടേബിളിന്റെ ലാസ്റ്റ് കോളത്തിലായിട്ട് നിങ്ങൾക്ക് ആൻസറും കിട്ടും. സോ ഹൗ ടു സോൾവ് ദിസ് സെയിം പ്രോബ്ലം യൂസിങ് എ ടേബിൾ. ഇതേ പ്രോബ്ലം നമ്മൾ ടേബിളിലൂടെ എങ്ങനെ സോൾവ് ചെയ്യുന്നൂടെ ഒന്ന് കാണിക്കും. അപ്പൊ അതിനുവേണ്ടി ഫസ്റ്റ് കോളത്തിൽ നിങ്ങൾ അടിക്കുക ഈവന്റ്. നമുക്കുള്ള ഈവൻസിന് ഒരു കോളം കൊടുക്കുക. ഈവൻസ് നമുക്കുള്ളത് A1 ഉണ്ട്, A2 ഉണ്ട്, A3 ഉണ്ട്. സോ ഫസ്റ്റ് കോളം ഈസ് ഗിവൺ ആസ് ഈവന്റ്. ഫസ്റ്റ് കോളത്തിൽ നമ്മൾ ഈവൻസ് ഒന്ന് കൊടുത്തു. സെക്കൻഡ് കോളത്തിൽ പ്രയർ പ്രോബബിലിറ്റി, പ്രയർ പ്രോബബിലിറ്റി. അത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, പ്രോബബിലിറ്റി ഓഫ് AI. പ്രോബബിലിറ്റി ഓഫ് AI തന്നിട്ടുണ്ടല്ലോ ക്വസ്റ്റ്യനകത്ത്. AIയുടെ പ്രോബബിലിറ്റീസ് 0.25, 0.35, 0.40. സോ ദാറ്റ് ഈസ് ദ പ്രയർ പ്രോബബിലിറ്റി. സോ രണ്ടാമത്തെ കോളത്തിൽ നിങ്ങൾ പ്രയർ പ്രോബബിലിറ്റി എഴുതി. അടുത്ത കോളത്തിൽ യു ടൈപ്പ് കണ്ടീഷണൽ പ്രോബബിലിറ്റി. Conditional probability means the probability of B given AI. Conditional probability of B given AI. Probability of B given AI. അതും തന്നിട്ടുണ്ട്. ഇത് 0.05, ഇത് 0.04, ഇത് 0.02, 0.04, 0.05, 0.04, 0.02. അടുത്ത കോളത്തിൽ നിങ്ങൾ ജോയിന്റ് പ്രോബബിലിറ്റി. Joint probability means probability of AI into probability of B given AI. Probability of AI into probability of B given AI. ചെയ്യേണ്ടത് ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് പുറത്ത് എഴുതുക. സിമ്പിൾ. ഈ രണ്ടും AI into probability of B given AI. So you just multiply it. So what are the values? അവിടെ നമുക്ക് എത്ര കിട്ടും? 25.025 അല്ലേ? അങ്ങനെയല്ലേ? ഫസ്റ്റ് വാല്യൂ എന്ന് പറയൂ. എനിക്ക് ഈ പോയിന്റ് ഇടുന്നതിലൊക്കെ തെറ്റ് വരും. രേഷ്മ ഒന്ന് പറയൂ. 0.0125. അടുത്തത് 0.14. ലാസ്റ്റിൽ 0.008. 0.008. ഇത്രയും ചെയ്തു. അപ്പൊ നമുക്ക് പ്രയർ പ്രോബബിലിറ്റി ആയി, കണ്ടീഷണൽ പ്രോബബിലിറ്റി ആയി, ജോയിൻ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇതങ്ങ് ടോട്ടൽ ചെയ്യുക. ലാസ്റ്റിൽ നമ്മൾ കണ്ടെത്തിയ ജോയിന്റ് പ്രോബബിലിറ്റിയുടെ കോളം ടോട്ടൽ ചെയ്യുക. സോ 0.0125 പ്ലസ് 0.014 പ്ലസ് 0.008 ഒന്ന് ടോട്ടൽ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 0.0345. 0.0345. 0.0435. നേരത്തെ ചെയ്ത ആൻസർ കിടപ്പുണ്ട്. ലാസ്റ്റ് കോളമായിട്ട് എഴുതേണ്ടത് പോസ്റ്റീരിയർ പ്രോബബിലിറ്റി. സ്റ്റാർട്ടഡ് വിത്ത് പ്രയർ പ്രോബബിലിറ്റി, എൻഡ് വിത്ത് പോസ്റ്റീരിയർ പ്രോബബിലിറ്റി. Posterior probability is equal to probability of A intersection B divided by probability for B.
പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് ബി. ഈ ജോയിൻ പ്രോബബിലിറ്റി ആണ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത്. അപ്പൊ ഇത് പ്രോബബിലിറ്റി ഓഫ് A1 ഇന്റർസെക്ഷൻ ബി, പ്രോബബിലിറ്റി ഓഫ് A2 ഇന്റർസെക്ഷൻ ബി, ഇത് പ്രോബബിലിറ്റി ഓഫ് A3 ഇന്റർസെക്ഷൻ ബി, ആൻഡ് ദിസ് ഈസ് പ്രോബബിലിറ്റി ഓഫ് ബി. ഇത് മൂന്നര കൂട്ടുന്നതാണ് പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ഓരോന്നിനെയും ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് എഴുതുക. അപ്പൊ 0.0125 ഡിവൈഡ് ബൈ 0.035 ആൻസർ ഇവിടെ എഴുതുക. 0.014 ഡിവൈഡ് ബൈ 0.035 ഇവിടെ എഴുതുക. 0.008 ഡിവൈഡ് ബൈ 0.045 ഇവിടെ എഴുതുക. സോ ഞാൻ പറഞ്ഞത് ക്ലിയർ ആയിട്ടുണ്ട്. ഈ ഓരോന്നിനെയും A1ന്റെ ജോയിൻ പ്രോബബിലിറ്റി അതിന്റെ ടോട്ടൽ കൊണ്ട് ഡിവൈഡ് ചെയ്യുക, A2ന്റെതും ടോട്ടൽ കൊണ്ട് ഡിവൈഡ് ചെയ്യുക, A3യുടെതും ടോട്ടൽ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ യു ആർ ഗെറ്റിംഗ് ദ ആൻസർ. ആ ലാസ്റ്റ് കോളത്തിൽ നിങ്ങൾക്ക് ആൻസർ ആണ് കിട്ടുന്നത്. A1ന്റെ ചാൻസ് എത്ര? അങ്ങനെയാണെങ്കിൽ 0.0125 ഡിവൈഡ് ബൈ 0.0345 പറയുക രേഷ്മ. 0.3623. 3623. യെസ്, രണ്ടാമത്തെ നമ്മളിപ്പോ കണ്ടെത്തി. രണ്ടാമത്തേത് 4058 ശരിയല്ലേ? 0.4058. ലാസ്റ്റിലത്തത് 0.2318. നമ്മുടെ 23. ആകെ ഈ ചോദ്യം മാത്രമല്ലേ ചോദിച്ചോളൂ. സോ ദിസ് ഈസ് യുവർ ആൻസർ. A2 പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ചാൻസ്. സോ A2 പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ചാൻസ് 0.4058 വിത്തൗട്ട് എനി ഫോർമുല. ഒരു ഫോർമുല ഇല്ലാതെയാണ് നമ്മൾ ഈ പ്രോബ്ലം ഒക്കെ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ രീതിയിൽ ചെയ്യാം. പക്ഷെ പരീക്ഷയ്ക്ക് ഈ രീതി ചെയ്താൽ ആൻസർ ഒക്കെ കറക്റ്റ് ചെയ്യാനാണ്. ഫോർമുല നോക്കുന്നവരാണ് എങ്കിൽ ഫോർമുല ഉണ്ട്, മുകളിൽ കിടപ്പുണ്ട്. നമ്മൾ ഫോർമുല വെച്ച് തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത്. ഫോർമുലയുടെ ബേസിൽ തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതാണ് ഈ ഒരു ഫോർമുല നോക്കിയേ. പ്രോബബിലിറ്റി ഓഫ് A ഇന്റർസെക്ഷൻ B ഡിവൈഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് B മീൻസ് എന്താണ്? കണ്ടീഷണൽ പ്രോബബിലിറ്റി. അത് കണ്ടീഷണൽ പ്രോബബിലിറ്റി. അതുകൊണ്ടാണ് ബേയസ് തിയറം ഈസ് ബേസ്ഡ് ഓൺ കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. കണ്ടീഷണൽ പ്രോബബിലിറ്റിയുടെ ബേസിലാണ് ബേയസ് തിയറം പറഞ്ഞിരിക്കുന്നത്. ഇനി പ്രോബ്ലം നിങ്ങൾ തന്നെ ഞാനൊരു 2-3 പ്രോബ്ലം നിങ്ങൾക്ക് അയച്ചു തരാം. ഞാൻ അയച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യം അയച്ച ആ ഒരു ഫയൽ ഉണ്ടല്ലോ, അതിനകത്ത് 30ഉം 31 ബേസ് തിയറം ആണ്. സോ യു ഡു ഇറ്റ്. നിങ്ങൾ അത് ചെയ്യുക. ഞാൻ